എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ ഇത് LDC എക്സാമിനും ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇത് ശ്രദ്ധിക്കാൻ കാരണം. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും 2007 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം മാത്സിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാം നോക്കി പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/-2 ഹോൾ റേസ് ടു -2 ൻ്റെ വില. ഇത് എങ്ങനെ ചെയ്യാം? ഇത് എന്ത് ഫോമാണ് നോക്കൂ. 1/a⁻m എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1/a⁻m എന്നുള്ള ഫോമുല ആണ് വെച്ചെങ്കിൽ നമുക്ക് ഇതിനെ എന്തെഴുതാം, a⁻m എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എന്താണ്, -2 ഹോൾ റേസ് ടു -2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇതിനെ 1/-2 ഹോൾ റേസ് ടു -2നെ എന്തെഴുതാം, 1/ അല്ലേ. അതായത് മുകളിലേക്ക് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, -2 ഹോൾ റേസ് ടു 2 എന്ന് വരില്ലേ. അപ്പം നമുക്ക് എന്താ ആൻസർ, -2 ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മൈനസ് സൈൻ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഇത് മുകളിലേക്ക് എടുക്കണം. അപ്പം നമുക്ക് പ്ലസ് ആയി കിട്ടും. മനസ്സിലായോ? 1/a⁻n എന്ന് തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ -x എന്ന് തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതിനെ മുകളിലേക്ക് എടുത്താൽ a⁻x ആവും. 1/ എന്നുള്ളത് മുകളിൽ വന്ന a⁻x എന്നാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 സെക്കൻഡ് 1 മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണ് എന്ന്. അതിന് നമ്മൾ എന്താ ചെയ്യുക, അതായത് നിങ്ങൾക്കറിയാം 1 മണിക്കൂർ, 1 അവർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്, 60 മിനിറ്റ് ആണ് അല്ലേ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്, 60 സെക്കൻഡ് ആണ്. അപ്പം നമുക്ക് 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡാന്ന് എഴുതാം, 60 × 60 സെക്കൻഡ് അല്ലേ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് 1 സെക്കൻഡ് 1 മണിക്കൂറിൻ്റെ എത്ര ദശാംശമാണ് എന്നാണ്. അപ്പോൾ 1/ എത്രയാണ്, 60 × 60, അതായത് 3600. അപ്പോൾ 1/3600 ഇനി ദശാംശ രൂപത്തിലാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യാം, 1/3600 അല്ലേ. 3600 ആദ്യം 1-ൽ പോവില്ല, അപ്പോൾ പോയിന്റ് ഇട്ടു. പിന്നെ ഒരു 0 ചേർത്തു. 10-ൽ പോവില്ല, അപ്പോൾ 0 ഇട്ടു. 100-ൽ പോവോ, ഇല്ല, 0 ഇട്ടു. 1000-ൽ പോവോ, ഇല്ല, 0 ഇട്ടു. 10,000-ലാണ് പിന്നെ പോവുക അല്ലേ. 10,000-ൽ എത്ര പ്രാവശ്യം പോവും നോക്കി നോക്കൂ. ഇവിടെ 2 പ്രാവശ്യമാണ് പോവുക അല്ലേ. 2 പ്രാവശ്യമേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താവും, 0 0 വരും. പിന്നെ 6 12 1 3 6 1 7 0 0 8. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് പൂജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. 0.0002 എന്നുള്ളത് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ. 3 0 കഴിഞ്ഞിട്ട് 2 എന്നുള്ളത് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 4-ൻ്റെ ആദ്യത്തെ 4 ഗുണിതങ്ങളുടെ ശരാശരി. 4-ൻ്റെ ആദ്യത്തെ 4 ഗുണിതം എന്ന് പറഞ്ഞാൽ എന്താണ്, 4 8 12 16 അല്ലേ. ഇതല്ലേ ആദ്യത്തെ 4 ഗുണിതങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കൂ, 16 4 20 12 8 20 20 20 എത്രയാണ്, 40. അപ്പോൾ ആകെ തുക എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്, 4. അതല്ലേ ശരാശരി. അപ്പോൾ 40/4 എന്ന് പറയുന്നത് എത്രയാണ്, 10. അപ്പോൾ ഏതാണ് ആൻസർ നോക്കൂ, ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 3:4 അവയുടെ ഗുണനഫലം 1728 ആയാൽ ചെറിയ സംഖ്യ. ഇതൊക്കെ നമുക്ക് LDCക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 3x ആണ് 4x ആണ്. ഇനി ഇവയുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 3x × 4x എന്ന് പറഞ്ഞാൽ എന്താണ്, 12x² ആണ്.
12x² എന്ന് പറയുന്നത് 1728 ആണ്. അപ്പൊ x² കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 1728 ബൈ 12 അല്ലേ വരിക. അപ്പൊ ഇതില് എന്ത് പോവും? 4 3 12. ഇവിടെയും 3 പോവില്ലേ നോക്കൂ. ഉവ്വ്. 3 15. 22 എത്ര പോവും? 7 3 21. പിന്നെ 28 3 പോവില്ലേ? നോക്കട്ടെ ട്ടോ. ഒരു മിനിറ്റ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. 12 തന്നെ ചെയ്യാം. 1728 ഡിവൈഡഡ് ബൈ 12 എന്ന് ചെയ്യാം. 1728 ബൈ 12 വേഗത്തിൽ ചെയ്യാൻ വേണ്ടി 6 2 12. ഇവിടെ എന്താണ്? 2 16. 12 6 2 12. 4 2 8. ഇനി 6 3 2 6. ഇവിടെ 4 2 8. 3 2 6. ഈ 2 4 അല്ലെ? 432 ബൈ 3. അത് എത്രയാവും? 1 3 3 അല്ലെ? 13 4 3 12. പിന്നെ 12 4 3 12. 144. അതായത് x² എന്ന് പറയുന്നത് 144 ആണ് വെച്ചെങ്കിൽ x എന്ത് വരും? റൂട്ട് 144. റൂട്ട് 144 എങ്ങനെയാ ചെയ്യാ നമുക്ക്? 144ന്റെ ഘടകങ്ങളാക്കുക. അത് എത്രയാണ്? 2 72. ഇനി എന്താണ്? 2 36. 2 18. ഇനി നമുക്ക് അറിയാലേ 2 9. അപ്പൊ 9 അപ്പൊ എത്രയുണ്ട്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. അപ്പൊ ഇനി നമുക്ക് റൂട്ട് കിട്ടണം വെച്ചെങ്കിൽ 2 എണ്ണത്തുനിന്ന് ഒരെണ്ണം എടുക്കണം. അപ്പൊ ഈ 2 എടുത്തു. ഇനി ഈ 2 എണ്ണത്തുനിന്ന് ഒരു 2 എടുത്തു. പിന്നെ ഈ 3 രണ്ടെണ്ണത്തുനിന്ന് ഒരു 3 എടുത്തു. അപ്പൊ എന്താണ് വരിക? ഈ 2 4 4 3 12. റൂട്ട് 144 എന്ന് പറയുന്നത് 12 ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 10 10 100 ആണെന്ന് അറിയാം. 10നേക്കാട്ടും കൂടുതലാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? 12 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ എക്സ് എന്ന് പറയുന്നതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ. എക്സ് എന്ന് പറഞ്ഞതല്ല കണ്ടുപിടിക്കണ്ടേ അല്ലെ? എക്സ് എന്ന് പറഞ്ഞതാണ് 12. എക്സ് എന്ന് പറയുന്നത് 12 ആണ് വെച്ചെങ്കിൽ നമുക്ക് 3x എന്ന് പറയുന്നത് എത്രയാവും? 36 ആവും. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. കാരണം എന്താണ്? നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് 36 ആണ്. നമ്മൾ പെട്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ മാർക്ക് പോവും. കാരണം എന്താണ്? 12 എന്നുള്ളത് എക്സ് എന്നുള്ളതല്ല നമ്മളോട് ചോദിച്ചിരിക്കണേ. ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കണേ. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിലേതാണ്? 3x ആണ്. അപ്പൊ 3 ഇൻറ്റു 12 അതാണ് 36. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യയായാൽ 3x പ്ലസ് 3 എക്സിന്റെ ഏറ്റവും കുറഞ്ഞ വില എന്ത്? ഇവിടെ എന്ത് നമുക്ക് നോക്കുക? അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? a പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്നത് 3x ബി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ 3x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3x ഇൻറ്റു 3 അല്ലെ? ഇത് എന്ത് ഫോമാണ്? a⁻m ഇൻറ്റു a⁻n എന്നുള്ള ഫോം അല്ലേ? അപ്പൊ a⁻m പ്ലസ് n എന്ന് എഴുതിക്കൂടെ? അപ്പൊ 3x പ്ലസ് 1 - എന്ന് വന്നു. അപ്പൊ ഈ എക്സ് ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ √3 മാത്രമായില്ലേ? അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √3 ആണ്. ഇവിടെ എന്ത് വന്നു? 3x പ്ലസ് 3 ബൈ 2 അല്ലെ? ഇനി നമുക്ക് എന്താ ചോദിച്ചേക്കണേ? ഇതിന്റെ ചെറിയ വിലയാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഇത് ഇവിടെ നിർത്തിയിട്ട് ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയ പോരെ? അപ്പൊ 3x പ്ലസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? 2√3 എന്ന് വരില്ലേ? അപ്പൊ ഏറ്റവും ചെറിയ വില എന്ന് പറയുന്നത് എന്താണ്? 2√3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യചിഹ്നം ഉള്ള ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ.
അതായത് 3നെ 3 ഇൻറ്റു ആദ്യം ഇങ്ങനെ എഴുതാം. 3 ഇൻറ്റു 2 പ്ലസ് 1 അല്ലേ എന്ത് 7 എന്നുള്ളത്. ഇനി ഈ 7 ഇൻറ്റു 3 പ്ലസ് 2 അല്ലേ 23. ഇനി അതേപോലെ തന്നെ ഈ 23നെ 23 ഇൻറ്റു 4 പ്ലസ് 3 അല്ലേ അടുത്തത് നോക്കൂ 95 അല്ലേ നോക്കൂ. 4 12 1 92 പ്ലസ് 3 95 തന്നെ. ഇനി അടുത്തത് അപ്പൊ എന്താ വരിക 95 ഇൻറ്റു 5 പ്ലസ് 4 വരിക. അത് എത്രയാന്ന് നോക്കൂ 5 25 2 9 5 45 2 47 475 പ്ലസ് 4 എത്രയാണ് 479. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്ക് ട്രീ ആണ്. റോസ് എന്താണ്? റോസ് ഒരു ഫ്ലവർ ആണ് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഡി എന്നുള്ളതാണ് ആൻസർ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാൻ. സ്വിമ്മിങ്, സെയിലിംഗ്, ഡ്രൈവിംഗ്, ഡൈവിംഗ്. സ്വിമ്മിങ്ങും സെയിലിംഗും ഡൈവിങ്ങും ഒക്കെ ഏതിലാണ്? വെള്ളത്തിൽ ചെയ്യണതാണ് അല്ലെ. ഡ്രൈവിംഗ് അതല്ല. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എന്താ വരിക? ബി എന്നുള്ള ഓപ്ഷൻ ആണ് വരിക. അതാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ 5 മണിയിലേക്ക് ചൂണ്ടുന്ന സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? അതായത് 5 മണി എന്ന് പറഞ്ഞാൽ 5ലും 12ലും ആണ് വരിക സൂചികൾ അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിൽ എത്ര ഇടകൾ ഉണ്ട് നോക്കുക. 12 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5. എത്ര ഇടകൾ കിട്ടി? 1 2 3 4 5 ഇടകൾ അല്ലെ. 5 ഇടകളാണ് വെച്ചെങ്കിൽ ഒരു ഇടയ്ക്ക് 30 ഡിഗ്രി ആണ് വരിക. അപ്പൊ 5 ഇടയ്ക്ക് എത്ര വരും? 5 ഇൻറ്റു 30 150 ഡിഗ്രി എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അനുയോജ്യമായ വാക്ക് ചേർത്ത് പൂരിപ്പിക്കുക. നോ വൺ ഈസ് ഡാഷ് ടു ദ ഓർഗനൈസേഷൻ. എന്താ പറയാ? ഇൻഡിസ്പെൻസിബിൾ, അതായത് ഒഴിവാക്കാനാവാത്തത് അല്ലെങ്കിൽ എന്താണ് അത്യന്താപേക്ഷിതമായത് എന്നുള്ളതൊക്കെയാണ് അർത്ഥാക്കുന്നത്. അപ്പൊ ഇതാണ് ആൻസർ ഡി എന്നുള്ളത്. IN ഇൻഡിസ്പെൻസബിൾ, DISPENSABLE. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.